ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കും. ഞാൻ ഇതിലേക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്, വഴുതനങ്ങ, കിഴങ്ങ്, ക്യാരറ്റ്, ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്തുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളക് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്ന സമയത്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് തക്കാളി. ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ വലിയ ജീരകം ചതച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ 1/2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ജീരകം ഒന്ന് ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുക്കുന്തോറും അതിൻ്റെ പച്ചമണം മാറി വരുന്നിടം വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ പച്ചമണം മാറി വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ കുക്കറിനകത്ത് ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്ത ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ച് ചേർത്താലും മതിയാകും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇത് മുങ്ങത്തക്ക പാകത്തിലുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണം നോക്കിയിട്ടൊക്കെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ തീയലിൻ്റെ എളുപ്പ വഴി ഇതിനകത്താണ് ഇരിക്കുന്നത്. ഈ തട്ടത്തിനകത്താണ് ഇരിക്കുന്നത്. നമുക്ക് സമയമൊക്കെ ഉള്ളപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ച് ഇതുപോലെ ഫ്രീസറിനകത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ എവിടെയെങ്കിലും ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ പെട്ടെന്ന് കറി ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ വറുത്തരച്ച് ഫ്രീസറിൽ വെച്ച് ഇതുപോലെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചൂടാക്കിയ ശേഷം ഇതൊന്ന് മെൽറ്റാക്കി എടുത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3-4 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം 3 സ്പൂൺ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ നനവൊന്നും പാടില്ല, വെള്ളമൊന്നും തൊടാൻ പാടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായിട്ട് പോകും. ഇനി നമ്മൾ ഇത് തന്നെ എടുത്ത് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ നമ്മുടെ ഈ ഒരു തേങ്ങയുടെ വറുത്തരച്ചത് ഒന്ന് മെൽറ്റായി വന്നോളും. നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഞാൻ അതിലേക്ക് 1 സ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണം നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 1 സ്പൂണും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി ഇതുപോലെ നമ്മൾ അടച്ച് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ തീയിൽ വെക്കാൻ നേരത്തും വറുത്തരച്ച് വെക്കാൻ നേരത്തും ആ തേങ്ങയുടെ വറുത്ത് അരപ്പെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്ത ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് കറിക്കാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കടലക്കറി ഇതുപോലുള്ള കറിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തീയൽ ഇവിടെ 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിനുള്ള കടുക് താളിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് കൂടി ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം കറിയെല്ലാം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയോട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്ക് ചൂസ് കറി വേൾഡ്.